ഇരിക്കല്ലേ? ഓക്കെ, നമുക്ക് കുറച്ചു നേരം മാത്സ് പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പഠിച്ച ടൈമില് ടൈം ആൻഡ് കാലണ്ടറിനകത്ത് പേജ് നമ്പർ 165 എടുത്തേ. കഴിഞ്ഞ പ്രാവശ്യം ടീച്ചർ പഠിപ്പിച്ച ടൈം ആൻഡ് കാലണ്ടറില് പേജ് നമ്പർ 165 എടുക്കും. 165 എടുത്തേക്ക് read the times, draw the hands on the clock. Read the times, draw the hands on the clock. അവിടെ കുറെ ടൈംസ് എടുക്കുന്നുണ്ട്. ആ ടൈംസ് ക്ലോക്കിൽ എന്ത് ചെയ്യുക? അതിന്റെ ഹാൻഡ്സ് വരച്ച് കംപ്ലീറ്റ് ചെയ്യുക. ടൈം കറക്റ്റ് ടൈം നോക്കിയതിനു ശേഷം എന്ത് ചെയ്യുക? ആ ക്ലോക്കില് ഹാൻഡ്സ് വരച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് പിക്ചർ നോക്കിക്കേ. ടീച്ചർ 3 പിക്ചർ വരച്ച് കാണിക്കും. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക? ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഓക്കെ, ഇതില് നമ്മളെന്താ ഫസ്റ്റിലെ 12 1 2 3 4 5 6 7 8 9 10 11 12. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്ലോക്ക് 12 1 2 3 4 5 6 7 8 9 10 11. 12 1 2 3 4 5 6 7 8 9 10 11. ഇനി നമ്മൾ ടൈം നോക്കിയതിനു ശേഷം കൊടുത്തിരുന്ന ടൈം നോക്കിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഈ ക്ലോക്ക് നമ്മൾ എന്ത് ചെയ്യും? കംപ്ലീറ്റ് ചെയ്യും. ടൈം നോക്കിയതിനു ശേഷം ഈ ക്ലോക്കിൽ നമ്മൾ ഹാൻഡ്സ് വച്ച് നമ്മൾ എന്ത് ചെയ്യും? കംപ്ലീറ്റ് ചെയ്യും. ഫസ്റ്റ് നോക്കിക്കേ, 12:30. ഫസ്റ്റ് ക്ലോക്കിലെ ടൈം 12:30. ഫസ്റ്റ് ക്ലോക്കിലെ ടൈം എത്രയാ? 12:30. 12:30 എന്ന് പറയുമ്പോൾ നമ്മുടെ അവർ ഹാൻഡ് സ്മാൾ ഹാൻഡ് 12ലേക്കും മിനിറ്റ്സ് എന്ത് ചെയ്യും? 30 വരുമ്പോൾ 5 10 15 20 25 30. 5 10 15 20 25 30. and 12:30. 12:30. അതൊക്കെ 3:20. 3:20. സ്മാൾ ഹാൻഡ് 3ലേക്ക്, ലോങ് ഹാൻഡ് 20ലേക്ക്. 5 10 15 20. 5 10 15 20. 3:20. 3:20. ഓക്കെ, നെക്സ്റ്റ് 10:35. 10:35. ഷോർട്ട് ഹാൻഡ് 10ല് ഷോർട്ട് ഹാൻഡ്, ലോങ് ഹാൻഡ് 35. 1 നമ്മൾ തുടങ്ങുക. 5 പറഞ്ഞു. 5 10 15 20 25 30 35. 10 35. 10 35. 10 35. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? 5 45 1 5 9 50 11 50 6 55. ഈ ബ്ലോക്കുകൾ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് അത് ഹാൻഡ്സ് വരച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യുക. അതായത് 5 45 1 5 9 50 11 50 6 55. ഈ ക്ലോക്കുകളിലും എന്ത് ചെയ്യുക? ഹാൻഡ്സ് വരച്ചതിന് ശേഷം കറക്റ്റ് ആയിട്ട് ആ ക്ലോക്ക് എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഹോംവർക്ക് ആണ്. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് റൈറ്റ് ദ ടൈം. റൈറ്റ് ദ ടൈം ആണ്. അതിൽ നമുക്ക് എന്താ ക്ലോക്ക് കറക്റ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. അതിന്റെ ടൈം നിങ്ങൾ എന്ത് ചെയ്യുക? ബോക്സിലോട്ട് എഴുതണം. ടീച്ചർ 2 ക്ലോക്കിന്റെ ടൈം കറക്റ്റ് ആയിട്ട് എഴുതുകയും ബാക്കി 3 ക്ലോക്കിന്റെ ടൈം നിങ്ങൾ എന്ത് ചെയ്യുക? തനിയെ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ. ക്ലോക്ക് നോക്കിയേ. ഷോർട്ട് ഹാൻഡ് 3ലും ലോങ് ഹാൻഡ് 4.
1 minute. Long hand 10 minutes. 1, 5, 10, 15, 20, 25, 30, 35, 40, 45, 50. And the time is 150. Time is 150. Okay. നിങ്ങൾ എന്ത് ചെയ്യുക? ആ ബാക്കി 3 ബോക്സുകളും എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് ടൈം നോക്കിയതിനു ശേഷം കംപ്ലീറ്റ് ചെയ്യുക. അത് നമ്മൾ പഠിക്കാൻ പോകുന്നത് quarter past ആണ്. When the long hand, the minute hand. When the long hand, the minute hand. Long hand എന്ന് പറയുന്നത് minute hand ആണ്. 0.3. The long hand is 1/4 of the weight around the floor. This is called the quarter past. അതായത് നമ്മുടെ 3 വരുമ്പോൾ അതിനെന്തെന്ന് പറയും? quarter past എന്ന് പറയും. 3 വരുമ്പോൾ 15 വരുമ്പോൾ അതിന് എന്തെന്ന് പറയും? quarter past എന്ന് പറയുന്നു. 15 വരുമ്പോൾ എന്ത് ചെയ്യുന്നു? quarter past എന്ന് പറയുന്നു. Okay. 12:50 15 വരുമ്പോൾ 5, 10, 50. 5, 10, 50. ലോങ് ഹാൻഡ് ആണ് 50ലേക്ക് വരുന്നത്. ലോങ് ഹാൻഡ് ആണ് 50ലേക്ക് വരുന്നത്. ഷോർട്ട് ഹാൻഡ് എന്നാൽ 12ലേക്ക്. ടൈം ഈസ് 12:50 വരുമ്പോൾ എന്താണ്? quarter past 12 എന്നാണ് പറയുന്നത്. ഇതിനെ അതായത് 50 ലോങ് ഹാൻഡ് വരുമ്പോൾ അതിനെന്തെന്ന് പറയുന്നത്? quarter past എന്ന് പറയുന്നത്. 15ലേക്ക് ലോങ് ഹാൻഡ് വരുമ്പോൾ അതിനെന്തെന്ന് പറയുന്നത്? quarter past എന്ന് പറയുന്നത്. അതായത് നമുക്ക് തരുന്ന ടൈമില് ഷോർട്ട് ഹാൻഡ് ഏതാണോ അതിന്റെ എന്തെന്ന് പറയുന്നത്? ഷോർട്ട് ഹാൻഡ് 12 quarter past 12 എന്ന് പറയുന്നത്. ഷോർട്ട് ഹാൻഡ് 12 quarter past 12 എന്ന് പറയുന്നത്. ഷോർട്ട് ഹാൻഡ് 12 ആയതുകൊണ്ട് ലോങ് ഹാൻഡ് 15 ലോങ് ഹാൻഡ് വരുമ്പോൾ അതെല്ലാം എന്താ? quarter past എന്നാണ് പറയുന്നത്. ആൻഡ് 12 വന്നിട്ട് ലോങ് ഹാൻഡ് 15 ഏതിനകത്തായാലും ലോങ് ഹാൻഡ് 15 വരുന്നതെങ്കിൽ അതിനെ quarter past എന്നാണ് പറയുന്നത്. ലോങ് ഹാൻഡ് 15 വരുമ്പോൾ അതായത് 3 വരുമ്പോൾ അത് എന്തെന്ന് പറയുന്നത്? 3 ആകുമ്പോഴാണ് 15 ആകുന്നത്. 1, 5, 2, 10, 3, 15 ആണ്. 3 വരികയാണെങ്കിൽ അതായത് ലോങ് ഹാൻഡ് 3 വരുവാണെങ്കിൽ അതിന്റെ quarter past എന്ന് പറയും. 12 ഷോർട്ട് ഹാൻഡ് വന്നിട്ട് 3 ലോങ് ഹാൻഡ് വന്നപ്പോൾ quarter past 12 എന്നാണ് പറയുന്നത്. quarter past 12 എന്നാണ് പറയുന്നത്. 12 ഷോർട്ട് ഹാൻഡ് ലോങ് ഹാൻഡ് 3 വന്നപ്പോൾ quarter past 12 എന്ന് പറയുന്നത്. 12 ഷോർട്ട് ഹാൻഡ് ലോങ് ഹാൻഡ് 3 വന്നപ്പോൾ quarter past 12 എന്ന് പറഞ്ഞു. അതായത് 3 ലോങ് ഹാൻഡ് വരികയാണെങ്കിൽ അതിന്റെ എല്ലാം quarter past എന്നാണ് പറയുന്നത്. 3 ലോങ് ഹാൻഡ് വരുന്ന എല്ലാ ടൈമും എന്താണ്? quarter past എന്നാണ് പറയുന്നത്. അതായത് 15 വരുമ്പോൾ. ഓക്കെ. അത് നോക്കിയേ 1:15 ഷോർട്ട് ഹാൻഡ് 1, ലോങ് ഹാൻഡ് 15. 1:15 വരുമ്പോൾ quarter past 1. quarter past 1. ഷോർട്ട് ഹാൻഡ് 12 വന്നപ്പോൾ quarter past 12 എന്ന് വന്നു. ഷോർട്ട് ഹാൻഡ് 1 വന്നപ്പോൾ quarter past 1 എന്ന് വന്നു. 3 വന്നതുകൊണ്ടാണ് quarter past വന്നത്. അവിടെ 3 വരുന്ന എല്ലാം ലോങ് ഹാൻഡ് 3 വരുന്ന എല്ലാം quarter past എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ 1 നമ്മള് ഷോർട്ട് ഹാൻഡ് വരുമ്പോൾ ആ നമ്പർ ഏതാണോ അതായിരിക്കും quarter past 1, quarter past 2, quarter past 3 അങ്ങനെ വരുന്നത്. ഓക്കെ. അടുത്ത നോക്കിക്കേ. ഈ quarter past 5:15 വരുമ്പോൾ quarter past 5 നിങ്ങൾക്ക് മനസ്സിലായില്ലേ? quarter past 5 quarter
ടീച്ചർ അതിന് ബാക്കി കൂടെ പറഞ്ഞുതരാം. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ. Quarter past 8, quarter past 8. Arithmetic 9:15 വന്നപ്പോൾ quarter past 9. Quarter past 9. അടുത്തത് 7:15. Quarter past 7:15 വരുന്ന quarter past 7. Quarter past 7. Okay. അപ്പോൾ നിങ്ങൾക്ക് quarter past എന്താണെന്ന് മനസ്സിലായല്ലോ. Read the times, throw the hands on the floor. First done for you. അതിന് ടീച്ചർ 3 ക്ലോക്കിന്റെ ടൈം ടീച്ചർ പറഞ്ഞു തരും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുക. എന്നിട്ട് ബാക്കി 3 ക്ലോക്കിന്റെ ടൈമില് ഹാൻഡ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ടൈം നോക്കിയതിനു ശേഷം കറക്റ്റ് ആയിട്ട് ആ ക്ലോക്ക് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, പേജ് നമ്പർ 166 ആണ്. എല്ലാവരും 3 റൗണ്ട്സ് വരച്ചേ. നമ്പേഴ്സ് കൊടുത്തേ. 12, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. 12, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. 12, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഓക്കെ, ഇതിലെന്താ ടൈം തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, ക്ലോക്ക് കംപ്ലീറ്റ് ചെയ്യുക. 12:15 വരുമ്പോൾ quarter past 12. അത് quarter past 12 വരുമ്പോൾ 12 ഷോർട്ട് ഹാൻഡ്, 15 ലോങ് ഹാൻഡ്. 12 ഷോർട്ട് ഹാൻഡ്, 15 ലോങ് ഹാൻഡ്. 15 വരുമ്പോൾ ഏത് നമ്പറിലേക്ക് വരയ്ക്കുന്നത്, 3ലേക്ക്. 12:15 quarter past 12. അടുത്തതിലേക്ക് 9:15 quarter past 9. Quarter past 9. ഷോർട്ട് ഹാൻഡ് 9ലേക്ക്, ലോങ് ഹാൻഡ് 3ലേക്ക്. 9:15. അടുത്തത് 10:15. 10:15 quarter past 10. Quarter past 10. Quarter past 10. ഷോർട്ട് ഹാൻഡ് 10ലേക്കും ലോങ് ഹാൻഡ് 15ലേക്കും. ഓക്കെ, ബാക്കിയുള്ള നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഹാൻഡ്സ് വരച്ച് കംപ്ലീറ്റ് ചെയ്യുക. അടുത്ത റൈറ്റ് ദ ടൈംസ്. റൈറ്റ് ദ ടൈംസിൽ ഇതേപോലെ 6 ക്വസ്റ്റ്യൻ ഉണ്ട്. അതെന്താ, ക്വാർട്ടർ പാസ്റ്റിന്റെ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് അതിനകത്ത് 5:15, 1:15, 11:15, 4:15, 2:15,
11:15 എന്ന് പറയുമ്പോൾ quarter past 1. 11:15 എന്ന് പറയുമ്പോൾ quarter past 11. 4:15 എന്ന് പറയുമ്പോൾ quarter past 4. 2:15 എന്ന് പറയുമ്പോൾ quarter past 2. 9:15 എന്ന് പറയുമ്പോൾ quarter past 9. അത് ചെയ്യാൻ കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത മാസ്റ്റർ ടൈം ആൻഡ് ക്ലോക്ക് ആണ്. മാസ്റ്റർ ടൈം ആൻഡ് ക്ലോക്കിലും 2:15, 8:15, 11:15, 4:15, 9:15 അതിന്റെ ക്ലോക്കുകളുണ്ട്. ആ ക്ലോക്കുകളുടെ താഴെയായിട്ട് സ്റ്റാറിൽ എന്താണ് ബോക്സിലായിട്ട് 8:15, 9:15, 4:15, 11:15, 2:15 എന്ന് പറഞ്ഞ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ക്ലോക്ക് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് ഏത് ക്ലോക്കിലെ ടൈമാണ് താഴെയുള്ള ബോക്സിലെന്ന് നോക്കുക. ബോക്സിലെന്ന് നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, ആ ക്ലോക്ക് ആ ബോക്സുമായിട്ട് മാച്ച് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ടീച്ചർ തന്നെ ഇത്രയും ഹോംവർക്കുകളുടെ എന്ത് ചെയ്യുക, ഫോട്ടോസ് അയച്ചു തരിക. മാസ്റ്റർ ടൈം ആൻഡ് ക്ലോക്സില് 2:15, 8:15, 11:15, 4:15 and 9:15 എന്ന് പറഞ്ഞ ക്ലോക്കുകളുണ്ട്. ആ ക്ലോക്കിന്റെ തൊട്ട് താഴെയായിട്ട് ബോക്സുകളിൽ ക്ലോക്കിന്റെ ടൈംസ് ഉണ്ട്. ആ ക്ലോക്കിന്റെ ടൈംസ് നോക്കിയതിന് ശേഷം ക്ലോക്കുകളുമായിട്ട് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുക. കറക്റ്റായിട്ട് മാച്ച് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, അതിന്റെ ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്ത് ടീച്ചർക്ക് തരിക. ടീച്ചർക്ക് ഇതുവരെ തന്നിട്ടുള്ള എല്ലാ ഹോംവർക്കുകളുടെയും ഫോട്ടോ എടുത്ത് ടീച്ചർക്ക് അയച്ചു തരിക. നമ്മളിപ്പം ക്വാർട്ടർ പാസ്റ്റ് ആണ് പഠിച്ചത്. നമ്മൾ ക്വാർട്ടർ ആണ് പഠിക്കാൻ പോകുന്നത്. ക്വാർട്ടർ പാസ്റ്റ് പഠിച്ചു. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് എന്താണ്, ക്വാർട്ടർ ആണ് പഠിക്കാൻ പോകുന്നത്. When the long hand, minute hand, long hand എന്താണ്, minute hand, അതായത് വലിയ സൂചി എന്ത് ചെയ്യുന്നു, 9ലേക്ക് ചൂണ്ടുമ്പോൾ points to the 9. When the long hand points to the 9. When the long hand points to the 9, അതായത് വലിയ സൂചി 9ലേക്ക് ചൂണ്ടുമ്പോൾ the long hand is 1 to the hour. The first one is read as quarter to 1. അതായത് 9ലേക്ക് ചൂണ്ടുമ്പോൾ അതിന് നമ്മൾ ക്വാർട്ടർ എന്ന് പറയുന്നു. 3ലേക്ക് ചൂണ്ടുമ്പോഴോ ക്വാർട്ടർ പാസ്റ്റ് എന്ന് പറയുന്നു. 9ലേക്ക് ചൂണ്ടുമ്പോഴും ക്വാർട്ടർ എന്ന് പറയുന്നു. 9ലേക്ക് ചൂണ്ടുമ്പോൾ എന്തെന്ന് പറയുന്നു, ക്വാർട്ടർ എന്ന് പറയുന്നു. 3ലേക്ക് ചൂണ്ടുമ്പോഴോ ക്വാർട്ടർ പാസ്റ്റ് എന്ന് പറയുന്നു. 9ലേക്ക് ചൂണ്ടുമ്പോൾ എന്ത് പറയുന്നു, ക്വാർട്ടർ എന്ന് പറയുന്നു. 3ലേക്ക് ചൂണ്ടുമ്പോൾ ക്വാർട്ടർ പാസ്റ്റ് എന്ന് പറയുന്നു. ഓക്കെ, അതിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് പറയാം. അതിനുശേഷം ഡ്രോ ദ ടൈംസ്, ഡ്രോ ദ ഹാൻഡ്സ് ഓൺ ദ ക്ലോക്ക്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലോക്കിലെ ടൈം തന്നിട്ടുണ്ട്, ഹാൻഡ്സ് വരച്ചത് കംപ്ലീറ്റ് ചെയ്യണം. റൈറ്റ് ദ ടൈംസ്, അതിൽ ക്ലോക്ക് വരച്ചിട്ടുണ്ട്, അതിൻ്റെ ബോക്സിൽ ടൈംസ് ചെയ്യുക. ടീച്ചർ ക്വാർട്ടർ എന്താണെന്ന് പഠിപ്പിക്കാം. ക്വാർട്ടർ എന്താണെന്ന് പഠിപ്പിച്ചതിന് ശേഷം read the times, draw the hands to the clock. Read the times, draw the hands to the clock. ആ ക്ലോക്കില് ആ ടൈം നോക്കി എന്ത് ചെയ്യുക, ഹാൻഡ്സ് വരയ്ക്കുക. write the times, അതായത് ക്ലോക്കിലെ ഹാൻഡ്സിൽ കറക്റ്റ് ക്ലോക്ക് നോക്കി അതിന്റെ ടൈം എന്ത് ചെയ്യുക, താഴോട്ട് എഴുതുക. ടീച്ചർ ക്വാർട്ടർ പഠിപ്പിച്ചതിന് ശേഷം ചെയ്താൽ മതി. ക്വാർട്ടർ എന്താണെന്ന് ടീച്ചർ പഠിപ്പിക്കാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ. ഓക്കെ, ടീച്ചർ ക്വാർട്ടർ പാസ്റ്റ് പഠിപ്പിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ. ക്വാർട്ടർ പാസ്റ്റ് എന്ന് പറയുമ്പോൾ 9ലേക്ക്, ലോങ് ഹാൻഡ് പറയുമ്പോൾ 9ലേക്ക് വരും. ലോങ് ഹാൻഡ് 9ലേക്ക്, ഷോർട്ട് ഹാൻഡ് 12ലേക്ക് വന്നത് 12:45 വരുമ്പോൾ ക്വാർട്ടർ പാസ്റ്റ് quarter ടു ആണ് പഠിപ്പിക്കുന്നത്. ക്വാർട്ടർ ടു വരുമ്പോൾ ഷോർട്ട് ഹാൻഡ് 12ലും ലോങ് ഹാൻഡ്, അതായത് ലോങ് ഹാൻഡ് എല്ലാം 9ൽ വരുമ്പോഴും ക്വാർട്ടർ ടു എന്ന് പറയുന്നത്. ലോങ് ഹാൻഡ് എല്ലാം 9ൽ വരുമ്പോൾ എന്താ, ക്വാർട്ടർ ടു എന്നാണ് പറയുന്നത്. ലോങ് ഹാൻഡ് എല്ലാം 9ൽ വരുമ്പോഴും ക്വാർട്ടർ ടു എന്ന് പറയുന്നു. 12:45 എന്ന് പറയുമ്പോൾ ക്വാർട്ടർ ടു 1 എന്നാണ് പറഞ്ഞത്. 12:45 quarter to 1. അടുത്തത് 1:45. quarter to 1:45 കഴിഞ്ഞാൽ അടുത്ത ആവുമ്പോൾ എത്ര, 2 അല്ലേ, quarter to 2. അടുത്തത് 2:45. quarter to 3. quarter to 3. Okay.
1:45, 11:45, 10:45 ഇതെല്ലാം എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ടൈം എഴുതുക. അപ്പം 4:45, 4:1, 4:10, 4:11 അതുകൊണ്ട് എഴുതി എന്ത് ചെയ്യുക കംപ്ലീറ്റ് ചെയ്യുക. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് 1/4, 1/2 ആൻഡ് 1/4. നമ്മൾ ഹാഫ് പാസ്റ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. ഹാഫ് പാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് 3 വരുമ്പോൾ ക്വാർട്ടർ പാസ്റ്റ് എന്ന് പഠിച്ചു, 9 വരുമ്പോൾ 1/4 എന്ന് പഠിച്ചു, 6 വരുമ്പോഴാണ് എന്ന് പറയുന്നത് ഹാഫ് പാസ്റ്റ് എന്ന് പറയുന്നത്. 6 വരുമ്പോൾ എന്ന് പറയുന്നത് ഹാഫ് പാസ്റ്റ് എന്ന് പറയുന്നു. 6 എന്താണ് പറയുന്നത് ഹാഫ് പാസ്റ്റ് എന്ന് പറയുന്നത്. 6 വരുന്നത് ഹാഫ് പാസ്റ്റ് എന്ന് പറയുന്നു. 3 വരുമ്പോൾ ക്വാർട്ടർ പാസ്റ്റ് എന്ന് പറയുന്നു. 9 വരുമ്പോൾ 1/4 എന്ന് പറയുന്നു. അതായത് ലോങ് ഹാൻഡ് 9 വരുമ്പോൾ 1/4 എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താ ലോങ് ഹാൻഡ് 3 വരുമ്പോൾ ക്വാർട്ടർ പാസ്റ്റ് എന്ന് പറയുന്നു. ലോങ് ഹാൻഡ് 6 വരുമ്പോൾ ഹാഫ് പാസ്റ്റ് എന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞേ ലോങ് ഹാൻഡ് 3 വരുമ്പോൾ ക്വാർട്ടർ പാസ്റ്റ്, ലോങ് ഹാൻഡ് 9 വരുമ്പോൾ 1/4, ലോങ് ഹാൻഡ് 6 വരുമ്പോൾ ഹാഫ് പാസ്റ്റ്, ലോങ് ഹാൻഡ് 3 വരുമ്പോൾ ക്വാർട്ടർ പാസ്റ്റ്, ലോങ് ഹാൻഡ് 9 വരുമ്പോൾ 1/4, ലോങ് ഹാൻഡ് 6 വരുമ്പോൾ ഹാഫ് പാസ്റ്റ്, ലോങ് ഹാൻഡ് 3 വരുമ്പോൾ ക്വാർട്ടർ പാസ്റ്റ്, ലോങ് ഹാൻഡ് 9 വരുമ്പോൾ 1/4, ലോങ് ഹാൻഡ് 6 വരുമ്പോൾ ഹാഫ് പാസ്റ്റ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി നമ്മൾ റൈറ്റ് ടൈമില് നമ്മളിപ്പോൾ ഹാഫ് പാസ്റ്റ് വരുമ്പോൾ എങ്ങനെയാ പറയുന്നത് ഇപ്പോൾ ടീച്ചർ 3 ക്ലോക്ക് വരച്ചു തരാം. ഷോർട്ട് ഹാൻഡ് 2-ലും ലോങ് ഹാൻഡ് 6-ലുമാണ്. 2:30 വരുമ്പോൾ ഹാഫ് പാസ്റ്റ് 2, ഹാഫ് പാസ്റ്റ് 2. ഇതില് ഷോർട്ട് ഹാൻഡ് 3-ലും ലോങ് ഹാൻഡ് 6-ലുമാണ് വരുന്നത്. 3:30 വരുമ്പോൾ ഹാഫ് പാസ്റ്റ് 3. ഇതില് ഷോർട്ട് ഹാൻഡ് 5-ലും ലോങ് ഹാൻഡ് 6-ലുമാണ് വന്നത്. 5:30. ടൈം മീൻസ് ഹാഫ് പാസ്റ്റ് 5. ഓക്കെ. ഇനി എല്ലാവരും പേജ് നമ്പർ 170 എടുത്തേ. 170-ലെ സർക്കിൾ ദ ക്ലോക്ക് ഇൻ ഈച്ച് റോ ദാറ്റ് ഷോ ദ ടൈം റിട്ടേൺ ഓൺ ദ ലെഫ്റ്റ്. അതില് ക്ലോക്ക് 1 o'clock കൊടുത്തിട്ടുണ്ട്. 3 പിക്ചറുണ്ട്. അതിൽ ഏതാണോ കറക്റ്റ് അതിലെന്ത് ചെയ്യുക സർക്കിൾ ചെയ്യുക. അവൻ 7:30 കൊടുത്തിട്ട് 3 പിക്ചറുണ്ട്. അതിൽ ഏത് ക്ലോക്കിലാണ് 7:30 എന്ന് നോക്കുക. അതെന്ത് ചെയ്യുക സർക്കിൾ ചെയ്യുക. 3:30 കൊടുത്തിട്ട് 3 പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണോ കറക്റ്റ് എന്ന് നോക്കിയിട്ട് അതിലെന്ത് ചെയ്യുക റൗണ്ട് ചെയ്യുക. 2:15 കൊടുത്തിട്ട് 3 ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് കറക്റ്റ് എന്ന് നോക്കിയിട്ട് അതെന്ത് ചെയ്യുക റൗണ്ട് ചെയ്യുക. ചൂസ് ദ ബെസ്റ്റ് ആൻസർ. ഹൗ മെനി ഹവേഴ്സ് ഹാവ് പാസ്ഡ്. അതിൽ സ്റ്റാർട്ടും എൻഡും ഉണ്ട്. ഫസ്റ്റ് ക്ലോക്ക് എന്ന് പറഞ്ഞാൽ 2 o'clock, സെക്കൻഡ് ക്ലോക്ക് എന്ന് പറഞ്ഞാൽ 5 o'clock ആണ്. അതിൽ ഏറ്റവും കൂടുതൽ അതായത് ഫസ്റ്റ് ഹവേഴ്സ് ഓഫ് പാസ്ഡ് വരുമ്പോൾ എന്താ പാസ്ഡ് വരുമ്പോൾ 2 o'clock, 5 o'clock. അതിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഏതാ 5 o'clock. 2 o'clock കഴിഞ്ഞ് 3 hours കഴിഞ്ഞിട്ടാണ് 5 o'clock വന്നത്. അതിന്റെ അവിടെ ആൻസർ 3 hours. അടുത്തത് 4 o'clock, 7 o'clock. അതിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 1 hour. 4 കഴിഞ്ഞ് 5, 6, 7. എന്നിട്ട് അവിടെ എത്ര ഹവർ അധികം വന്നു 3 hours. അവിടെ എന്ത് ചെയ്യുക ടിക്ക് ചെയ്യുക. അടുത്തത് 7 o'clock, 8 o'clock. 7 കഴിഞ്ഞിട്ട് 8 o'clock വരുമ്പോൾ 7 കഴിഞ്ഞ് 8 വരുമ്പോൾ 1 hours വന്നു. 1 hour വന്നു. എന്ത് ചെയ്യുക 1 hour ടിക്ക് ചെയ്യുക. അടുത്തത് 2 o'clock, 2 o'clock. 2 o'clock, 2 o'clock വരുമ്പോൾ 1 hour വരുന്നുള്ളൂ. അപ്പോൾ എന്താ 1 hour ടിക്ക് ചെയ്യുക. അടുത്തത് 6 o'clock, 6 o'clock, 9 o'clock. 7, 8, 9. 3 hours only. 3 hours ചെയ്യുക. Choose the one showing longer duration time. Longer duration time എന്ത് ചെയ്യുക ടിക്ക് ചെയ്യുക. 10 days of 1 week. 10 days ഉം 1 week ആണോ ഏതാ
കറക്റ്റായിട്ട് കൂടുതൽ ഡ്യൂറേഷൻ ഉള്ളത്? അധികം വരുന്ന 10 days ആണോ 1 week ആണോ? 10 days എന്ന് പറയുമ്പോൾ 10 ദിവസം, 1 week എന്ന് പറയുമ്പോൾ 7 days ഉള്ളൂ. അതാണ് ഏതാ കൂടുതൽ ഡ്യൂറേഷൻ വരുന്നത്? 10 days. അതെന്ത് ചെയ്യുക? ടിക്ക് ചെയ്യുക. അടുത്തത് 2 days or 24 hours. അതിൽ 2 days ആണോ 24 hours ആണോ കൂടുതൽ ഡ്യൂറേഷൻ വരുന്നത്? 24 hours എന്ന് പറയുമ്പോൾ 1 day. 2 days എന്ന് പറയുമ്പോൾ 48 hours വരും അല്ലേ? അതെന്താ അവിടെ 2 days ആണ് കൂടുതൽ ഡ്യൂറേഷൻ വരുന്നത്. 2 days ടിക്ക് ചെയ്യുക. 5 hours or 1 day. 5 hours or 1 day എന്താ 5 മണിക്കൂറാണോ ഒരു ദിവസമാണോ ഏറ്റവും വലുതെന്ന് വെച്ചാൽ എന്ത് പറയും? 1 day. അത് 1 day ടിക്ക് ചെയ്യുക. 2 week or 1 month. 2 week ആണോ 1 month ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? 1 month ടിക്ക് ചെയ്യുക. 24 hours or 1 day. 24 hours or 1 day ഏതാണ് നിങ്ങൾ ടിക്ക് ചെയ്യുന്നത്? 24 hours or 1 day. ഏതാ? 25 മണിക്കൂറാണോ 1 day ആണ്? 24 hours ആണ് 1 day. അല്ല 1 മണിക്കൂർ അധികം വരുമ്പോൾ എന്താ? 25 അല്ലേ ലോങ്ങർ. അതാണ് 25 ടിക്ക് ചെയ്യുക. 25 hours ടിക്ക് ചെയ്യുക. 6 weeks or 1 year എന്ന് വരുമ്പോൾ 1 year 60 weeks. 60 weeks എന്ന് പറയുമ്പോൾ 1 year എന്ന് പറയുമ്പോൾ എന്താ 52 weeks ഉള്ളൂ. 1 yearല് 52 weeks ഉള്ളൂ. 60 weeks എന്ന് പറയുമ്പോൾ 1 yearനേക്കാൾ കൂടുതലാണ്. അതായത് ഏതാ കറക്റ്റ് വരുന്നത്? 60 weeks ആണ്. 1 year എന്ന് വെച്ച് കഴിഞ്ഞാൽ 52 weeks ഉള്ളൂ. 60 weeks എന്ന് വരുമ്പോൾ എന്താണ്? അതിനേക്കാൾ കൂടുതലാണ്. 60 weeks ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. ടിക്ക് ചെയ്യുക. ടീച്ചർ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചർ ചോദിക്കുക. ടീച്ചർ ക്ലിയർ ചെയ്ത് തരാം. ടീച്ചർ ഹോംവർക്കുകൾ കറക്റ്റായിട്ട് ചെയ്യുക. ഈ പാഠത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിക്കുക. ടീച്ചർ ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. ഈ പാഠത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിക്കുക. ടീച്ചർ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. എല്ലാവരും ടീച്ചറിനും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഹോംവർക്കും ഒക്കെ കറക്റ്റായിട്ട് ചെയ്യുക. ടീച്ചർ പഠിച്ചതെല്ലാം കറക്റ്റായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ നോട്ട്ബുക്കിൽ ചെയ്യുക. അതിൻ്റെ ഫോട്ടോ ഒക്കെ ടീച്ചർക്ക് അയച്ചു തരിക. ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിക്കുക. ടീച്ചർ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു. എല്ലാവരും ശ്രദ്ധിച്ചിട്ടേ. നമുക്ക് കുറച്ചു നേരം EVS പഠിക്കാം. എല്ലാവരും സെക്കൻഡ് ടൈം ടെക്സ്റ്റില് പേജ് നമ്പർ 168 എടുക്കും. നെയ്ബർഹുഡ്. നമ്മൾ EVSല് ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കാൻ പോകുകയാണ്. നെയ്ബർഹുഡ് എന്താണ്? അയൽപക്കം. നമ്മുടെ അയൽക്കാരെയാണ് നമ്മളെന്ന് പറയുന്നത് നെയ്ബേഴ്സ് അല്ലെങ്കിൽ നെയ്ബർഹുഡ്. അയൽപക്കത്തെയാണ് നമ്മളെന്ന് പറയുന്നത് നെയ്ബർഹുഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ചുറ്റുമുള്ള അയൽക്കാരെയാണ് നമ്മളെന്ന് പറയുന്നത് നെയ്ബേഴ്സ് എന്ന് പറയുന്നത്. നെയ്ബർഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള അയൽക്കാർ, നമ്മുടെ അയൽക്കാരെയാണ് നമ്മൾ അയൽപക്കത്തെയാണ് നമ്മളെന്ന് പറയുന്നത് നെയ്ബർഹുഡ് എന്ന് പറയുന്നത്. നിങ്ങളുടെയൊക്കെ വീടുകളുടെ ചുറ്റും കുറേ വീടുകളില്ല. അവരൊക്കെ നിങ്ങൾ എന്താണ്? അയൽക്കാരാണ്. നിങ്ങളുടെ നെയ്ബേഴ്സാണ്, നിങ്ങളുടെ അയൽവാസികളാണ്. എന്താ? നിങ്ങളുടെയൊക്കെ വീടിന്റെ ചുറ്റുപാടുമായി കുറേ വീടുകളുണ്ട്. കുറേ അധികം വീടുകൾ കാണുമായിരിക്കും. അവരെല്ലാം നിങ്ങളുടെ ആരായിട്ട് വരും? നിങ്ങളുടെ അയൽക്കാർ, നിങ്ങളുടെ അയൽവാസികളായിട്ട് വരും. ഓക്കെ, അവിടെ എന്താണ്? നിങ്ങളുടെ അയൽപക്കം എന്നാണ് പറയുന്നത്. അയൽക്കാരെന്നാണ് പറയുന്നത്. അയൽവാസികൾ എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. നെയ്ബർഹുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിന് ചുറ്റുമായ കുറേ അനേകം വീടുകളാണ്. ആ വീടിന് താമസിക്കുന്നവരെ നമ്മൾ അയൽവാസികളെന്ന് പറയുന്നു, അല്ലെങ്കിൽ അയൽക്കാരെന്നൊക്കെ പറയുന്നു. Okay, the people who live near us in the same area are our neighbors. The people who live near us in the same area are our neighbors. അതായത് അതേ പ്രദേശത്ത് തന്നെ താമസിക്കുന്നവർ ഞങ്ങളുടെ അയൽവാസികളാണ്. അതേ പ്രദേശത്ത് തന്നെ, നമ്മുടെ വീടിനടുത്ത് അതേ പ്രദേശത്ത് തന്നെ താമസിക്കുന്നവരെല്ലാം എന്താണ്? നമ്മുടെ അയൽവാസികളാണ്. നമ്മുടെ വീടിനടുത്ത് നമ്മുടെ അതേ പ്രദേശത്ത് തന്നെ താമസിക്കുന്ന എല്ലാവരും നമ്മുടെ എന്താണ്? അയൽവാസികളാണ്. നമ്മുടെ അതേ പ്രദേശത്ത് തന്നെ താമസിക്കുന്നവരെല്ലാം തന്നെയും നമ്മുടെ അയൽവാസികളാണ്. The people and the places of any area make up the neighborhood. The people and the places of any area make up the neighborhood. ഏത് പ്രദേശത്തെയും ആളുകളും സ്ഥലങ്ങളും അയൽപക്കത്തെ നിർമ്മിക്കുന്നു. ഏത് പ്രദേശത്തുള്ളവർക്കും എല്ലാവരും കൂടുതൽ എല്ലാ സ്ഥലങ്ങളിലും എന്താണ്? ഓരോരുത്തർക്കും അയൽവാസികളുണ്ട്. ഇപ്പൊ നമ്മൾ പല വീടുകളും ഇപ്പൊ നമ്മളിവിടുന്ന് ടൂറ് പോയി വേറെ വീട്ടിൽ പോവുകയാണെങ്കിൽ അവർക്ക് ചുറ്റുപാടുള്ളവരെന്താണ്? അവരുടെ അയൽവാസികളാണ്. അതായത് ഏത് പ്രദേശത്ത് ആളുകളും സ്ഥലങ്ങളും അയൽപക്കത്തെ നിർമ്മിക്കുന്നു. ഏത് പ്രദേശത്തുള്ള ആളുകളും സ്ഥലങ്ങളും ഒക്കെ എന്താണ്? അയൽവാസികളെ നിർമ്മിക്കുന്നു. ഇപ്പം ദൂരോട്ടൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോവുകയാണെങ്കിൽ ആ റിലേറ്റീവ്സിന്റെ വീടിന് ചുറ്റും കാണുന്നതല്ല റിലേറ്റീവ്സിന്റെ ആരാണ്? അയൽവാസികളാണ്. അപ്പൊ നമ്മുടെ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് എന്താണ്? അവർക്ക്
അവർക്കും എന്താണ് അവരുടെ ചുറ്റുപാടുള്ള ആൾക്കാർ അവരുടെ എന്താണ് അയൽവാസികളാണ്. നമ്മൾക്ക് നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാർ എന്താണ് നമ്മുടെ അയൽവാസികളാണ്. അതായത് ഏത് പ്രദേശത്തെയും ആളുകളും സ്ഥലങ്ങളും അയൽപക്കത്തെ നിർമ്മിക്കുന്നു. ഏത് പ്രദേശത്തെ ആളുകളും സ്ഥലങ്ങളും എന്ത് ചെയ്യുന്നു? അയൽപക്കത്തെ നിർമ്മിക്കുന്നു. നെയ്ബർഹുഡ്, അതെ, ദ പീപ്പിൾ ഹൂ ലീവ് നിയർ us in the same area are our neighbors. The people who live near us in the same area are our neighbors. അതായത് അതേ പ്രദേശത്ത് തന്നെ താമസിക്കുന്നവർ ഞങ്ങളുടെ അയൽവാസികളാണ്. അതേ പ്രദേശം നമ്മൾ താമസിക്കുന്ന അതേ പ്രദേശത്തുകൾ തന്നെ താമസിക്കുന്നവർ ഞങ്ങളുടെ അയൽവാസികളാണ്. The people and the place of any area make up the neighborhood. The people and the places of any area make up the neighborhood. ഏത് പ്രദേശത്തെയും ആളുകളും സ്ഥലങ്ങളും അയൽപക്കത്തെ നിർമ്മിക്കുന്നു. ഏത് പ്രദേശത്തെയും ആളുകളും സ്ഥലങ്ങളും എന്ത് ചെയ്യുന്നു? അയൽപക്കത്തെ നിർമ്മിക്കുന്നു. ഏത് പ്രദേശത്തെയും ആളുകളും സ്ഥലങ്ങളും എന്ത് ചെയ്യുന്നു? അയൽപക്കത്തെ നിർമ്മിക്കുന്നു. നെയ്ബർഹുഡ്, നെയ്ബർഹുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയൽപക്കം. നെയ്ബർഹുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അയൽപക്കം. പ്ലേസ് ഇൻ അവർ നെയ്ബർഹുഡ്, പ്ലേസ് ഇൻ അവർ നെയ്ബർഹുഡ്, അയൽപക്കത്തുള്ള സ്ഥലങ്ങൾ. പ്ലേസ് ഇൻ അവർ നെയ്ബർഹുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയൽപക്കത്തെ സ്ഥലങ്ങൾ. പ്ലേസ് ഇൻ അവർ നെയ്ബർഹുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയൽപക്കത്തെ സ്ഥലങ്ങൾ. ഇപ്പൊ അയൽപക്കത്ത് ഒരുപാട് സ്ഥലങ്ങൾ കാണും. അതായത് മാർക്കറ്റ് കാണും, ഹോസ്പിറ്റൽ കാണും, പോലീസ് സ്റ്റേഷൻ കാണും, ബാങ്ക് കാണും, പോസ്റ്റ് ഓഫീസ് കാണും. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ അയൽപക്കത്ത് കാണും. നമ്മുടെ അയൽപക്കത്ത് കാണുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞേ? മാർക്കറ്റ്, ഹോസ്പിറ്റൽ, പോലീസ് സ്റ്റേഷൻ, ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, സ്കൂൾ. അങ്ങനെ നമ്മുടെ അയൽപക്കത്ത് എന്താ ഒരുപാട് സ്ഥലങ്ങൾ കാണും. അതിന് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് മാർക്കറ്റ്. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് എന്താണ്? മാർക്കറ്റ്. മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിപണി. മാർക്കറ്റ് എന്താണ്? വിപണി. മാർക്കറ്റ് വിപണി. ഓക്കെ. We buy fruits, vegetables, pulses, grains and many other things for our everyday use from the market. We buy fruits, vegetables, pulses, grains and many other things for our everyday use from the market. പഴങ്ങൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ തുടങ്ങി നിത്യ ഉപയോഗത്തിനുള്ള മറ്റനേക സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? മാർക്കറ്റിൽ നിന്നും വാങ്ങുന്നു. പഴങ്ങള്, പച്ചക്കറികള്, പയറുവർഗ്ഗങ്ങള്, ധാന്യങ്ങൾ തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നിത്യം നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്? നമ്മുടെ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. നമ്മൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ട് ആ സാധനങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കുന്നു. ഈ buy fruits, vegetables, pulses, grains and many other things for our everyday use from the market. നമുക്ക് നമ്മുടെ നിത്യം ഉപയോഗിക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണം ആ സാധനങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? മാർക്കറ്റിൽ നിന്നും വാങ്ങുന്നു. We buy these things from the shop and the stores in the neighborhood market. We buy these things from the shops and stores in the neighborhood market. അതായത് അയൽപ്പക്കത്തെ മാർക്കറ്റിലെ കടകളിൽ നിന്നും സ്റ്റാളുകളിൽ നിന്നും ഇവ നമ്മൾ എന്ത് ചെയ്യുന്നു? വാങ്ങിക്കുന്നു. അയൽപ്പക്കത്തെ മാർക്കറ്റിലെ സ്റ്റോളുകളിൽ നിന്നും കടകളിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നു? നമുക്ക് നിത്യം ഉപയോഗിക്കാൻ ആവശ്യമായ പഴങ്ങളായാലും പച്ചക്കറികളായാലും മത്സ്യമായാലും മാംസമായാലും നമുക്ക് വേണ്ടുന്ന എന്ത് സാധനങ്ങളും നമ്മൾ എന്താണ് നമ്മുടെ അയൽപക്കത്തെ സ്റ്റോളുകളിൽ നിന്നോ അല്ലെങ്കിൽ കടകളിൽ നിന്നോ മാർക്കറ്റിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നു? നമ്മൾ വാങ്ങിക്കുന്നു. നമുക്ക് നിത്യം ഉപയോഗിക്കാനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു? മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കുന്നു. ഓക്കെ. We buy fruits, vegetables, pulses, grains and many other things for our everyday use from the market. We buy these things from the shops and stores in the neighborhood market. Hospital. Hospital. We go to a hospital when we are sick or hurt. We go to a hospital when we are sick or hurt. നമുക്ക് അസുഖമോ വേദനയോ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആശുപത്രിയിൽ പോകും. നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോഴോ ശരീരത്തിനൊക്കെ വേദനകളൊക്കെ വരുമ്പോഴോ നമ്മൾ എന്ത് ചെയ്യുന്നു? ആശുപത്രിയിൽ പോകുന്നു. We go to a hospital when we are sick or hurt. The doctors are the nurses in the hospital. Give medicines, take care of us and help us get well soon. The doctors and the nurses in the hospital give us medicines, take care of
us and help us get well soon. ആശുപത്രിയിലെ ഡോക്ടർമാരും നേഴ്സുമാരും ഞങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? മരുന്നുകൾ തരുന്ന. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഹോസ്പിറ്റലിലെ നേഴ്സുമാരും ഡോക്ടർമാരും നമുക്ക് എന്ത് ചെയ്യുന്നു? മരുന്നുകൾ തരുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? പരിചരിക്കുന്നു. അത് നമുക്ക് എന്താ വേഗം സുഖം പ്രാപിക്കാൻ എന്ത് ചെയ്യുന്നു? നമ്മളെ സഹായിക്കുന്നു. നമുക്ക് മരുന്നുകൾ തരുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? പരിചരിക്കുന്നു. പരിചരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? നമ്മുടെ അസുഖങ്ങൾ വേഗം എന്ത് ചെയ്യുന്നു? മാറുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡോക്ടർമാരും നേഴ്സുമാരും എന്ത് ചെയ്യുന്നു? പരിചരിക്കുന്നു. പരിചരിക്കുമ്പോൾ നമുക്ക് എന്താ? നമുക്ക് അസുഖങ്ങൾ വരുന്നത് മാറുന്നു. മാറുന്നത് കൂടാതെ തന്നെ നമുക്ക് എന്താ നല്ല രീതിയിൽ നമ്മളെ എന്ത് ചെയ്യുന്നു? കെയർ ചെയ്യുന്നു. നല്ല രീതിയിൽ കെയർ ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് മരുന്നുകൾ തരുന്നു. നമുക്ക് എന്ത് ചെയ്യുന്നു? അസുഖങ്ങൾ മാറി സുഖമാകാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരുന്നു അല്ലേ? ഓക്കെ. We go to the hospital when we are sick or hurt. The doctors and the nurses in the hospital give us medicine, take care of us and help us get well soon. Okay, നമ്മൾ ഞാൻ പഠിക്കാൻ പോകുന്നത് പോലീസ് സ്റ്റേഷനാണ്. A police station is the office of the local police. A police station is the office of the local police. ലോക്കൽ പോലീസിന്റെ ഓഫീസാണ് എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ലോക്കൽ പോലീസിന്റെ ഓഫീസ് എന്നാണ് പറയുന്നത്. പോലീസ് സ്റ്റേഷൻ എന്താണ്? ലോക്കൽ പോലീസിന്റെ ഓഫീസാണ് പോലീസ് സ്റ്റേഷൻ. The policeman help to keep our neighborhood safe from the thieves and robbers. The policeman help to keep our neighborhood safe from thieves and robbers. The policeman help to keep our neighborhood safe from thieves and robbers. നമ്മുടെ അയൽപക്കത്തെ കള്ളന്മാരിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? സംരക്ഷിക്കാൻ പോലീസുകാർ സഹായിക്കുന്നു. പോലീസ് സ്റ്റേഷൻ ദ ഓഫീസ് ഓഫ് ലോക്കൽ പോലീസ്. ലോക്കൽ പോലീസിന്റെ ഓഫീസാണ് പോലീസ് സ്റ്റേഷൻ എന്നാണ് പറയുന്നത്. ദ പോലീസ്മാൻ ഹെൽപ് ടു കീപ് അവർ നെയ്ബർഹുഡ് സേഫ് ഫ്രം തീവ്സ് ആൻഡ് റോബേഴ്സ്. നമ്മുടെ അയൽപക്കത്തെ കള്ളന്മാരിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും സംരക്ഷിക്കാൻ പോലീസുകാരെ സഹായിക്കും. നമ്മുടെ അയൽപക്കത്തെ എന്താ കള്ളന്മാരിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടി പോലീസുകാർ നമ്മളെ സഹായിക്കുന്നു. They guard our neighborhood and keep our lives and belongings safe. They guard our neighborhood and keep our lives and belongings safe. അതായത് അവർ നമ്മുടെ അയൽപക്കത്തെ സംരക്ഷിക്കുകയും നമ്മുടെ ജീവനും സാധനങ്ങളും സംരക്ഷിതമാക്കുകയും ചെയ്യുന്നു. അവരെന്ത് ചെയ്യുന്നു? നമ്മുടെ അയൽപക്കത്തെ സംരക്ഷിക്കുകയും നമ്മുടെ ജീവനും സാധനങ്ങളും എന്ത് ചെയ്യുന്നു? സംരക്ഷിക്കുകയും ചെയ്യുന്നു. അവർ നമ്മുടെ അയൽപക്കത്തെ സംരക്ഷിക്കുകയും നമ്മുടെ ജീവനും സാധനങ്ങളും എന്ത് ചെയ്യുന്നു? സംരക്ഷിക്കുകയും ചെയ്യുന്നു. A police station is the office of the local police. Local policeന്റെ ഓഫീസാണ് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. The policeman help to keep our neighborhood safe from thieves and robbers. പോലീസ്മാൻ എന്ത് ചെയ്യുന്നു? കള്ളന്മാരിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും നമ്മളെ ആൾക്കാരെ എന്ത് ചെയ്യുന്നു? സംരക്ഷിക്കുന്നു. അതുപോലെ തന്നെ guard our neighborhood and keep our lives and belongings safe. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? അയൽപക്കത്തെ സംരക്ഷിക്കുകയും ജീവന സാധനങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യുന്നു. പോലീസ് സ്റ്റേഷൻ is the office of the local police. The policeman help to keep our neighborhood safe from thieves and robbers. They guard our neighborhood and keep our lives and belongings safe. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ബാങ്ക് ആണ്. We keep our money and jewelry safely in a bank. Our money and jewelry safely in a bank. ഞങ്ങൾ പണവും ആഭരണങ്ങളും സുരക്ഷിതമായി ബാങ്കിൽ എന്ത് ചെയ്യുന്നു? സൂക്ഷിക്കുന്നു. ഞങ്ങൾ പണവും ആഭരണങ്ങളും സുരക്ഷിതമായി ബാങ്കിൽ സൂക്ഷിക്കുന്നു. ബാങ്ക്സ് ആൾസോ ലെൻഡ് us money when we need. നമുക്ക് എന്ത് ബാങ്കുകൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ പണം കടം തരുന്നു. ബാങ്കുകൾക്ക് നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് പണം കടം തരുന്നു. ബാങ്ക്സ് ആൾസോ ലെൻഡ് us money when we need. ബാങ്ക്സ് ആൾസോ ഇഷ്യൂ ക്രെഡിറ്റ് കാർഡ്. ബാങ്ക് നമുക്ക് എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നു. ബാങ്കുകൾ വിതരണം ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡ് നമുക്ക് എന്ത് ചെയ്യുന്നു? We can use a credit card to buying things. നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ വേണ്ടി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാൻ കഴിയുന്നു. നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാൻ കഴിയുന്നു. We keep your money and jewelry safely in a bank. Banks also lends us money when we need. Banks also issue credit card.
we can use a credit card to buy things. Do you have an ATM in your neighborhood? Do you have an ATM in your neighborhood? നിങ്ങളുടെ അയൽപക്കത്ത് നിങ്ങൾ ഒരു ATM ഉണ്ടോ? നിങ്ങളുടെ അയൽപക്കത്ത് എന്താണ് നിങ്ങൾക്ക് ഒരു ATM ഉണ്ടോ? Do you have an ATM in your neighborhood? നിങ്ങളുടെ അയൽപക്കത്ത് എന്താ നിങ്ങൾക്ക് ഒരു ATM ഉണ്ടോ? ഓക്കെ മിസ് അതെല്ലാം ഒന്ന് വായിച്ചാൽ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ. Neighborhood. The people who live near us in the same area are our neighbors. Then the people and the places of any area make up the neighborhood. Place in our neighborhood market. We buy fruits, vegetables, pulses, grains and many other things for our everyday use from the market. We buy these things from the shops and stores in the neighborhood market. We go to a hospital when we are sick or hurt. The doctor and the nurses in the hospital give us medicine, take care of us and help us get well soon. Police station. A police station is the office of the local police. The policeman helps to keep our neighborhood safe from thieves and robbers. They guard our neighborhood and keep our lives and belongings safe. Bank. We keep our money and jewelry safely in a bank. Banks also lends us money when we need. Banks also issue credit card. We can use a credit card to buy things. Okay, do you have an ATM in your neighborhood? ഒന്ന് വായിച്ചാൽ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ. Neighborhood. The people who live near us in the same area are our neighbors. Then the people and the places of any area make up the neighborhood. Place in our neighborhood market. We buy fruits, vegetables, pulses, grains and many other things for our everyday use from the market. We buy these things from the shops and stores in the neighborhood market. We go to a hospital when we are sick or hurt. The doctor and the nurses in the hospital give us medicine, take care of us and help us get well soon. Police station. A police station is the office of the local police. The policeman helps to keep our neighborhood safe from thieves and robbers. They guard our neighborhood and keep our lives and belongings safe. Bank. We keep our money and jewelry safely in a bank. Banks also lends us money when we need. Banks also issue credit card. We can use a credit card to buy things. Okay, do you have an ATM in your neighborhood? അവർക്ക് അതെല്ലാം ഒന്ന് വായിച്ചാൽ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ. Neighborhood. The people who live near us in the same area are our neighbors. Then the people and the places of any area make up the neighborhood. Place in our neighborhood market. We buy fruits, vegetables, pulses, grains and many other things for our everyday use from the market. We buy these things from the shops and stores in the neighborhood market. We go to a hospital when we are sick or hurt. The doctor and the nurses in the hospital give us medicine, take care of us and help us get well soon. Police station. A police station is the office of the local police. The policeman helps to keep our neighborhood safe from thieves and robbers. They guard our neighborhood and keep our lives and belongings safe. Bank. We keep our money and jewelry safely in a bank. Banks also lends us money when we need. Banks also issue credit card. We can use a credit card to buy things. Okay, do you have an ATM in your neighborhood? അവിടെ വരെ നിങ്ങൾ എന്ത് ചെയ്യുക ടെക്സ്റ്റ് നല്ല രീതിയിൽ 3 times റീഡ് ചെയ്യുക. റീഡ് ചെയ്തതിനു ശേഷം പെൻസിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുക. നിങ്ങൾക്ക് ടീച്ചർ പഠിപ്പിച്ച നെയ്ബർഹുഡ് എന്ന ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിച്ചാൽ മതി. ടീച്ചർ ക്ലിയർ ചെയ്ത് തരാം. നിങ്ങൾ എന്ത് ചെയ്യുക ടെക്സ്റ്റ് നല്ലപോലെ 3 times റീഡ് ചെയ്യുക. റീഡ് ചെയ്തതിനു ശേഷം പേരൻസിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുക. സൈൻ ചെയ്യിപ്പിച്ചതിന് ശേഷം ടീച്ചർ പഠിച്ചത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിക്കുക. ടീച്ചർ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു.